പ്രൈസ് ദി ലോർഡ്. ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ അഥവാ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും നടന്നു വരുന്ന ലൈവ് പ്രോഗ്രാമുകളുടെ ഭാഗമായി കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഞങ്ങൾ ചർച്ച ചെയ്തു വരുന്ന വിഷയം ബൈബിൾ അധിഷ്ഠിതമായ ക്രിസ്തീയ സ്നാനത്തെ സംബന്ധിച്ചും അത് എങ്ങനെ ആരുടെ നാമത്തിൽ ആര് എടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് ആത്മീയ ലോകത്തിൽ നിരവധി സംശയങ്ങളും പലവിധ സ്നാനങ്ങളും ഉള്ളപ്പോൾ നമുക്ക് ആധാരമായിട്ടുള്ളത് വിശുദ്ധ വേദപുസ്തകവും അപ്പോസ്തലന്മാരുടെ ഉപദേശവും യേശുവിന്റെ കൽപ്പനയും. യേശു ക്രിസ്തുവിന്റെ കൽപ്പനയും അപ്പോസ്തലന്മാരുടെ ഉപദേശവും നടപടിക്രമങ്ങളെയും അടിസ്ഥാനത്തിലാണ് ആദിമ സഭയിൽ ക്രിസ്ത്യാനികൾക്ക് സ്നാനം കൊടുത്തു വന്നിരുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ സ്നാനം ഏറ്റുവന്നിരുന്നത്. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ മോഡേൺ ആധുനിക ജീവിതത്തിലേക്ക് വന്നപ്പോൾ പലരും സ്നാനം ആവശ്യമില്ല രക്ഷയ്ക്ക് എന്ന് ഒരിക്കൽ സ്നാനമേറ്റ് കൂട്ടായ്മകൾ നടന്നവർ പറയുകയും അവർ സ്നാനമില്ലാതുള്ള കൂട്ടായ്മകൾ ആരംഭിക്കുകയും ചെയ്തു. അവിടെയൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്നാനത്തെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ സമൂഹ മധ്യത്തിലുള്ള നിരവധി ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ പ്രോഗ്രാം തെരഞ്ഞെടുത്തത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ശനിയാഴ്ചയും കഴിഞ്ഞ ബുധനാഴ്ചയുമായി 2 എപ്പിസോഡുകളിൽ ഈ സ്നാന വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 3-ാമത് ദിവസം ഇതിന്റെ മൂന്നാമത്തെ ഭാഗത്തോടുകൂടി ഞങ്ങൾ ഈ വിഷയം താൽക്കാലികമായി അവസാനിപ്പിക്കുമ്പോൾ 2 എപ്പിസോഡുകളിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ആദിമ ക്രൈസ്തവ സഭയിൽ ആരുടെ നാമത്തിൽ എങ്ങനെയാണ് സ്നാനം നടത്തിയിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചരിത്ര രേഖകളുടെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനും കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണമെന്ന് ഞങ്ങൾ ബഹുമാന്യ ശ്രോതാക്കളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 2 വീഡിയോകളുടെ ലിങ്കുകൾ ഞങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് നിങ്ങൾക്ക് എളുപ്പം കിട്ടുവാനുള്ള രീതിയിലുള്ള ക്രമീകരണവും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിൽ സ്നാനത്തിന്റെ പ്രസക്തി എത്രമാത്രം ഉണ്ട്? സ്നാനം കൂടാതെ ആർക്കെങ്കിലും ക്രിസ്തുവിനോട് ചേരുവാൻ കഴിയുമോ? സ്നാനം ആരുടെ നാമത്തിലാണ്? സ്നാനം ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചും വിവിധ ക്രൈസ്തവ സമുദായങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സ്നാനങ്ങളാണ് നടത്തി വരുന്നത്, ആ സ്നാനങ്ങളുടെ ബൈബിൾ പ്രസക്തി എത്രമാത്രം എന്നുള്ളത് സംബന്ധിച്ചുള്ള 2 എപ്പിസോഡുകൾ ഞങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചുവല്ലോ. ഈ രാത്രിയിൽ വീണ്ടും ഇതേ വിഷയവുമായി നിങ്ങളെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ JCNDSDയുടെ യൂട്യൂബ് ചാനലിനെയും ഫേസ്ബുക്ക് ഗ്രൂപ്പിനെയും വാട്സാപ്പ് ഗ്രൂപ്പിനെയും നിറഞ്ഞ മനസ്സോടെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളെ സംശയങ്ങൾ ചോദിക്കുകയും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന യൂട്യൂബ് ചാനലിലും മറ്റും വരുന്ന ഞങ്ങളുടെ വീഡിയോകൾക്ക് നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അത് ഷെയർ ചെയ്ത് ഈ സുവിശേഷ ഉദ്യമത്തിൽ നിങ്ങൾ പങ്കാളികളായി തീർന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയും ചെയ്യുകയാണ്. പതിവായി ഞങ്ങൾ നടത്തി വരുന്ന ഈ പ്രോഗ്രാമിന്റെ ഈ ദിവസം നിങ്ങളുമായി ഈ വിഷയത്തെ സംബന്ധിച്ച് സംവദിക്കുന്നതിന് വേണ്ടി, ചർച്ചകൾ നയിക്കുന്നതിന് വേണ്ടി, നടത്തുന്നതിന് വേണ്ടി ഈ പാനലിൽ സന്നിഹിതരായിരിക്കുന്ന വിലയേറിയ കർത്തൃദാസന്മാരെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദുബായിൽ നിന്നും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുകയും ഇതിൽ സംസാരിക്കുകയും ചെയ്യുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, അതുപോലെ കൊച്ചിയിൽ നിന്നും ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KJ ജോയി അവറുകൾ, കൊട്ടാരക്കര TCLJC ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റിന്റെ ശുശ്രൂഷകനായി കൊട്ടാരക്കര സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ M ബേബി, ഒപ്പം കായംകുളത്ത് നിന്നും ക്രിസ്തുവിൽ ഞങ്ങളുടെ വിലയേറിയ സഹോദരൻ ബ്രദർ സൈമൺ ബെഞ്ചമിൻ എന്നിവരോടൊപ്പം
നിങ്ങളുടെ എളിയ സഹോദരൻ ഞാൻ ജോസ് വർഗീസ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ വിഷയത്തിന്റെ മൂന്നാമത് ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ്. ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പതിവായി കിട്ടാറുള്ള ചില ചോദ്യങ്ങളിൽ നിന്നും മുൻപ് ഞങ്ങൾ ചർച്ച ചെയ്യാത്തതും എന്നാൽ വളരെ ലളിതവുമായ ചില ചോദ്യങ്ങളാണ് ആമുഖമായി ഞങ്ങൾ ചോദ്യ ഉത്തര പങ്ക്തിയിൽ ഉൾപ്പെടുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി എന്റെ ചോദ്യം പാസ്റ്റർ ജോയ് കെ ജോസഫിനോടാണ്. പൊതുവായി നമ്മളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കുട്ടികൾക്ക് സ്നാനമേൽക്കാതെ മരണപ്പെട്ടു പോകുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിക്കും മരണശേഷം എന്നൊരു ചോദ്യം ആണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. കർത്താവിന്റെ ദാസൻ ഈ ചോദ്യത്തിന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരം നൽകിയാൽ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും എന്ന് കൂടി ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ദാസൻ ചോദിച്ച ചോദ്യം ന്യായമായിട്ട് സർവ്വസാധാരണമായി നമ്മൾ അഭിമുഖീകരിക്കാറുള്ള ചോദ്യം തന്നെയാണ്. ഇവിടെ ആയിരിക്കും ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സത്യവചനം കൂടുതലായിട്ട് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കർത്താവ് നൽകുകയാണ്. അത് സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കുന്നു. മാന്യ സ്നേഹിതരുടെ എല്ലാ പ്രതികരണങ്ങൾക്കും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ഇവിടെ ചോദിച്ച ചോദ്യം നമുക്കറിയാം. ഈ ശിശു സ്നാനം എന്നുള്ളത് നിലവിൽ വന്നത് തന്നെ കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ അവർക്ക് ദൈവരാജ്യം നഷ്ടമാകും എന്നുള്ള തെറ്റായ ഒരു ധാരണ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ അവര് സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടിയുള്ള ഒരു കണ്ടുപിടുത്തമായിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിൽ പല ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. വാസ്തവത്തില് സ്നാനപ്പെടുത്തേണ്ടത് ശിശുക്കളെയല്ല, സ്നാനപ്പെടുത്തുകയല്ല, സ്നാനപ്പെടുകയാണ് ചെയ്യുന്നത്. പെടുമ്പോൾ ഒരാള് സ്നാപകനായിട്ട് ഒരാൾ വേണം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ ബൈബിളിൽ യാതൊരു തെളിവുമില്ല. പ്രായമുള്ളവരെയും സ്നാനപ്പെടുത്തുവാൻ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ല. പിന്നെ ആരെ സ്നാനപ്പെടുത്തണം എന്നുള്ള ചോദ്യത്തിന് മറുപടി വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും. അപ്പം വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തികളെ ആണ് സ്നാനപ്പെടുത്തുന്നത്. വിശ്വസിക്കുവാൻ അറിവില്ലാത്ത ശിശുക്കളെ സ്നാനപ്പെടുത്താൻ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. കാരണം കർത്താവ് അവൻ മനുഷ്യന്റെ ജ്ഞാനമല്ലല്ലോ ദൈവത്തിന്റെ ജ്ഞാനം. മനുഷ്യന് അങ്ങനെ വിഡ്ഢിത്തങ്ങൾ സംഭവിക്കാം. ഒന്നും അറിയാത്ത കുട്ടിയെ അതിന്റെ പേരിൽ വേറൊരാളെ നിർത്തി ആ വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ച് ഈ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുന്നത്, അതും ആരാണ്? സ്വന്തം മാതാപിതാക്കളല്ല. മൂന്നാമത് വേറെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ തലതൊട്ടപ്പൻ എന്ന് പറയും. അങ്ങനെ ഒരാളെ നിർത്തി അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച് അദ്ദേഹം ഈ കുഞ്ഞിന് വേണ്ടി പിശാചിനെ ഉപേക്ഷിക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു, കുഞ്ഞു പറയുന്നത് പോലെ ഏറ്റു പറയുന്ന പോലെ യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാൻ പോകുന്ന ഷാപ്പിലേക്കാണ്. അപ്പോ അതൊക്കെ സ്വാഭാവികമായി വിഡ്ഢിത്തപരമായിട്ടുള്ള ഒരാശയങ്ങളാണ്. വിശുദ്ധ ബൈബിളിൽ എന്താണ് ശിശുക്കളെ സംബന്ധിച്ച് പറയുന്നത് എന്ന ചില കാര്യങ്ങൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ കർത്താവ് തന്നെ പറഞ്ഞു, ശിശുക്കളെ പോലെ തിരിഞ്ഞു വന്നാൽ സ്വർഗരാജ്യത്തിൽ കടക്കും. അതാരോടാ പറയുന്നത്? കർത്താവിനെ അനുഗമിക്കുന്ന ജനത്തോടാ പറയുന്നത്. കർത്താവിനെ അനുഗമിക്കുവാൻ കർത്താവിനോട് കൂടെ വന്ന
ജനത്തോട്, തന്റെ ശിഷ്യന്മാരോട്, അല്ലെങ്കിൽ തന്നെ അനുഗമിക്കുന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ശിശുക്കളെ പോലെ തിരിഞ്ഞു വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ. അപ്പോൾ ശിശുക്കളെ സംബന്ധിച്ചുള്ള ഒരു നിഗമനം നമുക്കറിയാം, നിഷ്കളങ്ക സ്വഭാവമാണ്. ആരോടും വാശിയോ വൈരാഗ്യമോ എതിർപ്പുകളോ ഒന്നുമില്ല. ആ ശിശുവിന്റെ ഒരു മനോഭാവത്തിൽ നമ്മൾ ആയിരുന്നില്ലെങ്കിൽ നമുക്കും ദൈവരാജ്യം ലഭിക്കില്ല എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ നിങ്ങൾ തടയരുത് എന്ന് മത്തായിയുടെ സുവിശേഷം 19:14 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഈ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് ദൈവത്താൽ അവരെ വിടുവിച്ചു. അതിനെക്കുറിച്ച് ബൈബിള് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 10 നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1 മുതൽ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച്, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അപ്പോൾ ഇവിടെ ഈ മേഘത്തിന് കീഴിൽ സമുദ്രത്തിലൂടെ കടന്നത് സ്നാനത്തിനൊരു മുൻകുറി എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചില ചോദിക്കുന്നു, അതിന് അവിടുന്ന് ശിശുക്കളില്ലായിരുന്നോ? ശിശുക്കൾ സ്നാനപ്പെട്ടില്ലേ? അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശിശുക്കൾ മാത്രമല്ല, ഈ മേഘത്തിന്റെ കീഴിൽ സമുദ്രത്തിലൂടെ അവരുടെ പോത്തും ഉണ്ടായിരുന്നു, കാളയുണ്ടായിരുന്നു, ചൂലുണ്ടായിരുന്നു, നായ്ക്കളുണ്ടായിരുന്നു, പശുക്കളുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം സ്നാനപ്പെടുത്തണ്ടേ? അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണെന്ന് പുതിയ നിയമ ക്രിസ്ത്യ സ്നാനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. ആ സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് എന്ന് പലപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഇന്നും കർത്താവിന്റെ ദാസന്മാരിലൂടെ നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ 1 കൊരിന്ത്യർ 10 വായിക്കാൻ കാരണം, ആവർത്തനം 1:39 ഇങ്ങനെ പറയുന്നു, കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും, അവർക്ക് ഞാൻ അത് കൊടുക്കും. അപ്പോൾ കൊച്ചുകുട്ടികൾ കനാൻ ദേശത്ത് പ്രവേശിക്കുമെന്ന ആ കനാൻ ദേശം നമുക്കറിയാം, നമ്മൾ സിയോനിലേക്ക്, കനാലിലേക്ക്, സിയോൻ സ്വർഗീയ കനാലിലേക്ക് യാത്ര ചെയ്യുന്ന അതിന്റെ ഒരു മുൻകുറിയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും, അവർക്ക് ഞാൻ അത് കൊടുക്കും. ഞാനിത് പറഞ്ഞു വന്നതിന്റെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 17:30 വായിക്കുമ്പോൾ, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ കർത്താവ് ഗണ്യമാക്കുന്നില്ല. അപ്പൊ ശിശുക്കൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ഉദ്ദേശിച്ചാണ്, ലോകജാതികളെ ഉദ്ദേശിച്ചല്ല. അല്ലെങ്കിൽ ലോകത്തിൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് എല്ലാവിധ അനീതിക്കും അക്രമത്തിനും കൂട്ടുനിൽക്കുന്നവരെയോ അവരുടെ സന്തതികളെ ഉദ്ദേശിച്ചല്ല ബൈബിൾ അത് സൂചിപ്പിക്കുന്നത്. കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനമെടുത്തവരെ ഉദ്ദേശിച്ചാണ്. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 7 ഒരു 8 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു വിവാഹ സംബന്ധമായിട്ട്, ആ വിവാഹ സംബന്ധമായിട്ട് അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. പെടുവെന്നല്ല, പെട്ടും. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, അതിന്റെ മോൾഭാഗം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ഒരു അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായിരിക്കുന്ന സ്ത്രീയോടുകൂടെ വസിക്കണം എന്നതിൽ അവർക്ക് വിരോധമില്ലെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആ വിശുദ്ധീകരണം പ്രാപിച്ച, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആ വ്യക്തി നിമിത്തം വിശ്വാസമില്ലാത്ത ആ വ്യക്തിയും കൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാ.
അങ്ങനെ അവരുടെ തലമുറ വിശുദ്ധരായിത്തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ആ ശിശുക്കൾ സ്നാനപ്പെടേണ്ട കാര്യമില്ല. പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചു, സ്നാനം എന്നുള്ളത് ശിശുക്കൾക്കല്ല, സ്നാനം എന്നുള്ളത് പ്രായമുള്ളവർക്കുമല്ല, സ്നാനം വിശ്വസിക്കുന്നവർക്കാണ്. അപ്പോൾ ഇവിടെയും പറയുന്നത്, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഒരാള് വിശ്വാസത്തിന് വേണ്ടി നല്ല ധീരസാക്ഷിയായി നിൽക്കുന്നു, മറ്റൊരു വ്യക്തിക്ക് ആ വിശ്വാസത്തോട് അത്ര എതിർപ്പുമില്ല, യോജിപ്പുമില്ല എങ്കിൽ തന്നെയും ഈ വിശ്വാസിയായ ഭർത്താവ് നിമിത്തം അല്ലെ വിശ്വാസിയായ ഭാര്യ നിമിത്തം അവര് പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ തങ്ങളുടെ തലമുറ ഈ ഒരു വ്യക്തി വിശ്വാസത്തിലാണെങ്കിൽ അത് നിമിത്തം തങ്ങളുടെ തലമുറയും വിശുദ്ധരാണ് എന്നാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതെങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ, ചിന്തിക്കുവാൻ കഴിയും. ഇപ്പോൾ അതിനുള്ള ഒരു ചോദ്യമോ സമയമോ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടതാണെങ്കിൽ ആ വ്യക്തിയോട് കൂടെ തന്റെ ഭാര്യ, തന്റെ ഭർത്താവ് മാനസാന്തരപ്പെടാത്ത എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശത്തിൽ കൂടുതൽ താല്പര്യം പ്രകടമാക്കാത്ത ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്കും ആ വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ പോകാൻ കഴിയുന്നു. അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, അവനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുമ്പോൾ അവരെ ആ രക്ഷയുടെ അനുഭവത്തിലേക്കും അവസ്ഥയിലേക്കും അവർക്ക് വരാനുള്ള ഒത്തിരി സാധ്യത വളരെ വളരെ അടുപ്പമാണ്, എളുപ്പമാണ്, വിശുദ്ധീകരിക്കപ്പെടുവാൻ എളുപ്പമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്നാനം ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ വന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഇതിൽ നിന്ന് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പിന്നാലെ ഞങ്ങൾ അത് നൽകുന്നതായിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമാണ് പാസ്റ്റർ ഉത്തരം. നമ്മൾ മനസ്സിലാക്കുന്നത്, കുട്ടികളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ചിലർ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ദൈവവചന പ്രകാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, മാതാപിതാക്കൾ രക്ഷയുടെ അനുഭവത്തിൽ നടക്കുന്ന മാതാപിതാക്കളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അവരെ സംബന്ധിച്ചോളം അവർക്ക് രക്ഷയുടെ ഒരു കവചമുണ്ട്. മാത്രമല്ല, സ്നാനം എന്നുള്ളത് പാപികൾക്ക് പാപത്തെക്കുറിച്ച് ബോധം വന്നതിന് ശേഷം പാപിയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് തനിക്കൊരു രക്ഷിതാവിനെ ആവശ്യമുണ്ട്, ആ രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം സ്നാനമേൽക്കുവാൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ മറ്റ് ശിശുസ്നാനം നടത്തുന്ന പലരും പാസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ തലതൊട്ടപ്പനോ പൂർണ്ണമായ അർത്ഥത്തിൽ തലതൊട്ടമ്മയും തലതൊട്ടപ്പനും ഉണ്ടെങ്കിലും തലതൊട്ടപ്പനാണ് നീ പിശാചിനെയും അവന്റെ സൈന്യത്തെയും ഉപേക്ഷിക്കുന്നു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും അച്ഛൻ കിണ്ടി വാലുകൊണ്ട് 3 പ്രാവശ്യം കുരിശു വരച്ച് വിടുകയും ചെയ്യുന്നതാണ് ശിശുസ്നാനം എന്നുള്ളത്. എന്നാൽ അങ്ങനെ ഒരു കാര്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ എനിക്കൊരു കാര്യത്തില് ഒരു ക്ലാരിഫിക്കേഷൻ പാസ്റ്റർ എടുക്കുന്ന വേണ്ടിയത്, അങ്ങനെയെങ്കിൽ കുട്ടികൾ മിനിമം ഏത് ഏജിലാണ് അവരെ നമ്മൾ വചനപ്രകാരമുള്ള സ്നാനം കഴിപ്പിക്കേണ്ടത്? അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിശ്ചിതമായ ഏജ് പറഞ്ഞിട്ടില്ല. എന്നാൽ വചനത്തെക്കുറിച്ച് അറിവുള്ള കുട്ടികൾ, ഞാൻ 1-2 അനുഭവങ്ങൾ എനിക്കുണ്ട്. എനിക്ക് സ്നാനം ആവശ്യമാണ് എന്ന് പറഞ്ഞ് 8 വയസ്സിലും 9 വയസ്സിലും മുഴുകൽ സ്നാനം ഏറ്റെടുത്തവരെയും എനിക്കറിയാം യേശുക്രിസ്തുവിന്റെ നാമത്തില്. അപ്പോ ഒരു സ്നാനം എനിക്ക് ആവശ്യമുണ്ട്, ഞാനൊരു പാപിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം സ്നാനത്തിൽ കൂടെയാണ് എനിക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നത് എന്ന് ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ പ്രായത്തിനേക്കാൾ ഒരു കുറ്റമില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പാസ്റ്ററോട് തന്നെ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ചോദിച്ച ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. ഒന്നാമത്, നമുക്ക് പശ്ചാത്താപം, നമ്മൾ തെറ്റുകാരാണ്, നമ്മുടെ കുറ്റത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്
ആ പരമയാഗത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും അങ്ങനെ യഥാർത്ഥ പശ്ചാത്താപം ഇന്ന പ്രായമെന്ന് എന്ന ഒരു അറിവുണ്ടാകണം. ഞാനിത് പറയുമ്പോൾ എൻ്റെ അനുഭവം തന്നെ പറഞ്ഞാൽ, ഞാൻ 11-ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെട്ടത്. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് ഞാൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എൻ്റെ പാവങ്ങളെ, ചെറിയ തെറ്റുകളൊക്കെ ആയിരിക്കാം, ഏറ്റുപറഞ്ഞ് കർത്താവെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, നിന്റെ കൃപ എന്നോട് കൂടി ഇരിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞാൻ സ്നാനത്തിന് പോകുന്ന ആ രംഗം ഇന്നും എനിക്ക് നിറകണ്ണുകളോടുകൂടി മാത്രമേ, കാരണം എനിക്ക് 11 വയസ്സേ ഉള്ളൂ. 11 വയസ്സുള്ളപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന്റെ ആ മഹത്വവും, അതുപോലെ തന്നെ ആ സ്നാനപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ലെന്നും, പാപങ്ങൾ ഉപേക്ഷിച്ച് സ്നാനപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന്റെ മരണത്തെക്കുറിച്ചുള്ള നല്ലൊരു ദർശനം എൻ്റെ കുഞ്ഞിലെ എനിക്ക് തന്നു. അപ്പോ അതിന് പ്രായം ഏറെക്കുറെ നമുക്ക് നല്ല ഒരു അറിവുണ്ടാകണം എന്ന് മാത്രമാണ്. എന്തിനാണ് സ്നാനപ്പെടുന്നത്, സ്നാനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ സ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഭാഗ്യം എന്താണ്, നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കേണ്ടവരാണ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ സ്വഭാവത്തിനും ഇങ്ങനെയുള്ള ഒരു നല്ല ബോധം ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിക്കാൻ ഉള്ള ഒരു പക്വത ഉണ്ടായി കഴിഞ്ഞാൽ, കർത്താവിന്റെ ദാസൻ പറഞ്ഞു തന്നെയാ ശരി, ആ പക്വത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആ പക്വതയ്ക്കുള്ള ഒരു പ്രായം ഉണ്ടാകണം. ഇത് കൊച്ചു പിള്ളേരെ ഒന്നും, ശിശുക്കളെ ഒന്നും സ്നാനപ്പെടുത്താൻ പറ്റില്ല. അതിന്റെ പക്വത വന്നു കഴിഞ്ഞാൽ സ്നാനമേൽക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു പാസ്റ്റർ, വളരെ വ്യക്തമാണ് പാസ്റ്റർ. പൊതുവില് എനിക്കും അങ്ങനെ ഒരു അഭിപ്രായമാണുള്ളത്. മാത്രമല്ല, സാധാരണഗതിയില് ദൈവസഭയില് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയും ശുശ്രൂഷകൾ പങ്കെടുക്കുകയും ദൈവദിനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ആവശ്യം ഉന്നയിക്കാറുള്ളത്. അല്ലാതെ പെട്ടെന്ന് ഈ അപ്പനും അമ്മയും രക്ഷയിലേക്ക് വന്നുകൊണ്ട് എനിക്ക് സ്നാനം വേണമെന്ന് ആരും കുട്ടികൾ പറയാറില്ല. എനിക്കറിയാവുന്നിടത്തോളം കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ഗൗരവം അവര് സഭയിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും പല സ്നാന ശുശ്രൂഷകൾ കാണുകയും ചെയ്തിട്ടുള്ളപ്പോഴാണ് തനിക്കും ഇത് ആവശ്യമാണെന്ന് പറയാറുള്ളത്. അതാണ് അതിന്റെ ശരിയായ രീതി എന്ന് തന്നെയാണ് എനിക്കും അഭിപ്രായം. എന്റെ അടുത്ത ചോദ്യം ബ്രദർ സൈമണോടാണ്. ബ്രദർ സൈമൺ, ഇങ്ങനെ ഒരു ചോദ്യം, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന കൂട്ടായ്മയിലുള്ള പല സ്ഥലങ്ങളിൽ ഞാൻ ഇതുപോലെ മെസ്സേജ് കൊടുക്കാനൊക്കെ പോകുമ്പോ ഈ ആളുകൾ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം ഏത് വിധേന എടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു മുട്ടുന്യായം പോലെയാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്നാനം കഴിച്ച വ്യക്തികൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കാനും ആണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ജോയ് പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും ശിശുക്കൾ തന്നെ. അവർക്ക് പ്രായം ചിലപ്പം വലുതായിരിക്കും, 20 വയസ്സ് 30 വയസ്സ് 50 വയസ്സുള്ളവരാണെങ്കിലും അവരിപ്പോഴും ശിശുക്കളാണ്. ഏത് കാര്യത്തിൽ അവർ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൽ. ബൈബിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് സ്ഥാനപ്പെടുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. ആ വിശ്വാസം എന്തുവാ? യേശു ആരാന്നുള്ള കാര്യം, ആ സത്യം, യേശു തന്നെ പിതാവാന്നുള്ള സത്യം അറിയാതെ നമ്മളുടെ പാപത്തിന് മോചനമില്ല. അപ്പൊ ആ സത്യം അറിയുന്നവർക്ക് മാത്രമേ അവരുടെ പാപത്തിനുള്ള പശ്ചാത്താപം ആയിട്ട് അവർ അറിയേണ്ട അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശു തന്നെ പിതാവാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 8:24 പ്രകാരമാണ്. അപ്പൊ ഇനി ചോദ്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഉള്ളവര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവർക്ക് എന്തു സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പം ഉള്ളത്. അപ്പം ആ ഒരു ചോദ്യത്തിന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ എന്തുവായിരുന്നു വിശ്വസിച്ച്. ഇപ്പം നമ്മള് ഈ പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഈ തൃത്വവും ഈ ഡോക്ട്രൈനും ഒക്കെ ഈ 100 വർഷം മുമ്പേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ സഭകളും ഒന്നുമില്ല. ഈ പറയുന്ന പോലെ പറഞ്ഞ ഈ ബെന്തിക്കോസ് സഭ, ഈ പറയുന്ന സഭകളൊന്നുമില്ല. അവര് സഭ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന 1914 ആ ഒരു കാലഘട്ടത്തിന്. അത് കഴിഞ്ഞിട്ടാണ് അവർ തിയോളജി ക്ലാസ്സസ് ഒക്കെ അത് ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നതും ഈ ബൈബിളിനകത്ത് ഇല്ലാത്ത തൃത്വങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അതിനു മുമ്പേ ആൾക്കാര്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവർ യേശുവിനെ മാത്രം വിശ്വസിച്ച് ഈ ഒരു രക്ഷയിലോട്ട് വന്നവരാണ്. ഓക്കെ, പിന്നെ അവര് എന്തോ പറഞ്ഞിട്ടാ സ്നാനപ്പെട്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. 100 വർഷം മുമ്പേ അവർ എന്തോ പറഞ്ഞിട്ടാ സ്നാനപ്പെട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അത് ദൈവം ആ കാലഘട്ടത്തെ അനുസരിച്ച് ദൈവമാണ് അതിനുവേണ്ടി വിധി പറയാൻ പോകുന്നത്. പക്ഷെ
നമ്മൾ ബൈബിൾ പ്രകാരം നമ്മൾ കാണുന്ന ഓരോരോ കാലഘട്ടം നോക്കുമ്പോഴത്തേക്ക് മോശ ചോദിച്ച് ആരാണ് ഇസ്രായേൽ ജനം ചോദിക്കുക, ആരാണ് നിന്നെ വിട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ പറയണമെന്ന് ചോദിച്ച നിന്റെ പേരെന്താന്ന് ചോദിച്ച സമയത്ത് ഐ ആം ദാറ്റ് ഐ ആം ഉള്ള ഉത്തരവും ഐ ആം ഹു ഐ ആം എന്ന് ചില ബൈബിൾ വേർഡ്സ് പറയുന്നത് അവിടെ പേര് വെളിപ്പെടുത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സോഡസ് 6:2-3 നോക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്നുണ്ട് ഞാൻ മോശയ്ക്ക് യഹോവയായിട്ട് വെളിപ്പെട്ടെങ്കിലും അതിനു മുമ്പുള്ള അബ്രഹാമിനും ജേക്കബിനും ഒക്കെ ആ ഓൾമൈറ്റി ഗോഡായിട്ടാണ് അപ്പിയർ ആയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് യെശയ്യാവ് വരുമ്പോഴത്തേക്ക് ഐസയ 52:6 പറയുന്നത് ഐ വിൽ റിവീൽ മൈ നെയിം, എന്റെ നാമം അവരെ ഞാൻ വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വെളിപ്പെടുത്തുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ നാമം വെളിപ്പെടുത്തുന്ന പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ സാംസ് 91:14 പറയുന്നത് ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ therefore I will deliver him, I will set him on high because he hath known my name. എന്റെ നാമം അറിഞ്ഞുകൊണ്ടാണ് അവനെ ഞാൻ ഉയർത്തുന്നത്. മനസ്സിലായി? നാമം അറിയണം, ആ ദൈവത്തിന്റെ നാമം ഞാൻ അറിയിക്കൂ എന്ന് പറയുന്നുണ്ട്. അവിടെ മോശയ്ക്ക് യഹോവയായിട്ടും അതിനു മുമ്പേ ഉള്ളവർക്ക് ഓൾമൈറ്റി ഗോഡായിട്ടും റിവീൽ ചെയ്ത ആ ദൈവം തന്നെ സക്കറിയയുടെ പുസ്തകത്തിലോട്ട് വരുമ്പോഴത്തേക്ക് സക്കറിയയുടെ 8:9 സമയത്ത് നമ്മൾ 9 വായിക്കുന്നതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതൊരു കാലഘട്ടത്തെ പറ്റി പറയുന്നത്. ഐസയ 14:8 അത് പറയും ഇൻ ദാറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ കാര്യമാണ്. ഇറ്റ് ഷാൽ ബി ദാറ്റ് ലിവിങ് വാട്ടർ ഷാൽ ഫ്ലോ ഫ്രം ജെറുസലേം. അപ്പം ജെറുസലേമിൽ നിന്ന് ജീവജലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെഡ് സീ ഉണ്ട് അവിടെ ആ ജീവനില്ലാത്ത ഒരു സീ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ആ സീക്കകത്ത് ജീവൻ കാണുന്ന ഒരു കാലഘട്ടം വരാൻ പോവുക. അത് നമ്മളിപ്പം യൂട്യൂബിനകത്ത് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് പല തരമുള്ള നമ്മള് മീനൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പറയുന്നത് ആ കാലഘട്ടത്തിനകത്ത് ഒരു പ്രത്യേകത കൊണ്ട് ഈസ്റ്റ് സീയും വെസ്റ്റ് സീയും ജോയിൻ ചെയ്യും. അപ്പൊ ഇപ്പൊ അവര് ഒരു പൈപ്പ് ലൈനിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ജനറേഷന്റെ കാര്യമാണ് പറയുന്നത്. അതിനകത്ത് സെക്കറിയ 14:9 ആൻഡ് ദ ലോർഡ് ഷാൽ ബി കിങ് ഓവർ ഓൾ ദ എർത്ത് ഇൻ ദാറ്റ് ഡേ. ഓക്കെ, ഇറ്റ് ഷാൽ ബി ദ ലോർഡ് ഈസ് വൺ ആൻഡ് ഹിസ് നെയിം വൺ. അപ്പൊ ആ കാലഘട്ടത്തിലായിരിക്കും ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ലോർഡ് ഒന്നാണ്, ആ ആൻഡ് ഹിസ് നെയിം, അവന്റെ നാമം ഒന്നാണ്. ആ നാമം ഏതാന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഇനി നമ്മൾ നോക്കുന്ന യേശു ഇത് വെളിപ്പെടുത്തുന്നത് ഞാൻ എന്റെ പിതാവിന്റെ ജോൺ 5:43 അത് പറഞ്ഞ ഐ കെയിം ഇൻ മൈ ഫാദേഴ്സ് നെയിം. അപ്പം പിതാവിന്റെ നാമത്തെ, അപ്പൊ പിതാവിന്റെ നാമമാണ് യേശു റിവീൽ ചെയ്തത്. ഹിബ്രു 1:4 നമ്മൾ നോക്കുമ്പോ ഈ ജീസസ് എന്തുവാ, ഈ ഇൻഹെറിറ്റഡ് ദ നെയിം ഓഫ് ഹിസ് ഫാദർ. ഓക്കെ, പിതാവിന്റെ നാമമാണ് അവൻ എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിന് കിട്ടിയ താക്കോൽ, പത്രോസിനാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കിട്ടിയിരിക്കുന്നത്. യേശു പത്രോസിനാണ് ആ താക്കോൽ കൊടുത്തത്. ആ താക്കോലാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ആണ്. ഈ ഒരു അറിവ്, ഈ ഒരു വിശ്വാസത്തോടെ സ്നാനപ്പെട്ടാലേ അത് ശിശുക്കൾക്കായാലും ആർക്കായാലും ഒരു രക്ഷയുള്ളൂ. പിന്നെ ദൈവമാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യണം. അതിന് മുമ്പേ അറിവില്ലായ്മത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതനുസരിച്ച് ദൈവം അവർക്ക് വേണ്ടി വിധിക്കും. പക്ഷെ ഇന്നത്തെ ജനത്തിന് അതൊരു എക്സ്ക്യൂസ് അല്ല. ഓക്കെ, താങ്ക് യു. വളരെ ശരിയാണ്. കാരണം നമ്മുടെ ചോദ്യം ഇതായിരുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനം കഴിച്ച് മരണപ്പെട്ടു പോയവരുടെ സ്ഥിതി എന്താവുന്നു. നമുക്കറിയാം, ആദ്യ തുടക്കത്തിൽ തന്നെ സൈമൺ ബ്രദർ പറഞ്ഞിരുന്നു, നമ്മൾ ഏകദേശം 1950 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ നാട്ടില് പെന്തക്കോസ്റ്റൽ സഭകള് മുളച്ചു വന്നത്. അന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഈ നാമത്തെ സംബന്ധിച്ചോ ഏകദൈവത്തെ സംബന്ധിച്ചോ ഒരു വെളിപ്പാടില്ല. ആകെപ്പാടെ രക്ഷ വേണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നും അങ്ങനെ വിശ്വസിക്കുന്നവർ സ്നാനം കഴിക്കണം എന്നുള്ള ഉപദേശം മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ശുദ്ധമായ വിശ്വാസത്തോടുകൂടി അവര് സ്നാനമേറ്റു. പക്ഷെ ഇന്നുള്ള ആർക്കും ആ ഒരു പ്രിവിലേജ് കിട്ടത്തില്ല.
കാരണം ഇന്ന് വളരെ സുതാര്യമായിട്ട്, ഇന്ന് പ്രത്യേകിച്ച് ഈ മോഡേൺ ഡേയില് സോഷ്യൽ മീഡിയ ഇത്രമാത്രം പവർഫുൾ ആയതുകൊണ്ട് ഒരാൾക്കും അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു കഴിയുവാൻ പറ്റത്തില്ല. മറ്റേ സോഷ്യൽ മീഡിയ ഇല്ല, ഏതെങ്കിലും ചർച്ചിൽ പോകുന്നവരോ അല്ലെങ്കിൽ ആ ചർച്ചിലുള്ള ഒരു ഓഡിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ താമസിക്കുന്നവർക്കോ മാത്രമായിട്ട് അന്ന് ആ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ആർക്കും പറയാൻ കഴിയില്ല ഞാൻ ഈ ഏറ്റ സ്നാനം എന്നെ രക്ഷിക്കുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു, ദൈവമാണ് ന്യായാധിപൻ. ദൈവം നീതിയോടെ വിധിക്കുന്നത് കൊണ്ട് അവരുടെ ശുദ്ധ മനസാക്ഷിക്കൊത്തവണ്ണം അവർക്ക് ദൈവം അവർക്ക് ദൈവത്തിന്റെ നീതി കൊടുക്കും. എന്നാൽ ഇന്ന് ഈ തലമുറയിൽ ആർക്കും ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തത് ശരിയാണ്, ഞാൻ മാറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ ഹൃദയം കടിപ്പിച്ച് ഉള്ള ആളുകൾക്ക് ഈ രക്ഷ ലഭിക്കുകയില്ല എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. താങ്ക് യു വെരി മച്ച് ബ്രദർ. അടുത്ത ചോദ്യത്തിന് വേണ്ടി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഈ ചോദ്യം ഇതും വളരെ സാർവത്രികമായ ഒരു ചോദ്യമാണ്. ബ്രദർ വിൽസൺ ആണ് ഇതിന് മറുപടി പറയേണ്ടത്. എല്ലാ ആളുകളും പറയാറുണ്ട്, സ്നാനം നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ക്രൂശിലെ കള്ളൻ എന്തിനാണ് സ്നാനപ്പെട്ടില്ലല്ലോ, പിന്നെ അവന് നീ ഇന്ന് എന്നോട് പരദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. അപ്പൊ സ്നാനത്തിന്റെ, നിങ്ങൾ പറയുന്ന മാതിരി സ്നാനം അത്രമാത്രം വലിയൊരു അത്യാവശ്യമായ കാര്യമൊന്നും അല്ല എന്ന് പറയുന്നവരോടുള്ള ഒരു മറുപടി തീർച്ചയായിട്ടും അനേകം പേർക്ക് ഉപകാരപ്പെടും. നമ്മൾ ഈ വിഷയം മുമ്പ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും എല്ലാ വീഡിയോകളും കാണണമെന്നില്ല. ഒരുപക്ഷെ ചിലരിന്നായിരിക്കും ഈ സത്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബ്രദർ വിൽസന് ഈ ചോദ്യം ബ്രദർ വിൽസനോടാണ്. മറുപടി പറയാൻ വേണ്ടി ഞാൻ ബ്രദർ വിൽസനോട് പറയുകയാണ്. താങ്ക് യു പാസ്റ്റർ. വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാന് ഇതിന് തുടക്കമിടാൻ ഒരു മറ്റുള്ള മതങ്ങളിലെ എക്സാമ്പിൾ എടുത്താണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അവരുടെ മതത്തിന്റെ ആ ചട്ടങ്ങളെ അനുസരിക്കുമ്പോൾ അവർ സ്വർഗത്തിൽ പോകുമെന്ന അവർ വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാ മതക്കാരുടെയും ചരമം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് സ്വർഗത്തിൽ പോയെന്നും ദൈവത്തിന്റെ അടുക്ക് പോയെന്നും അല്ലെങ്കിൽ അവര് നിത്യത പ്രാപിച്ചെന്നും ഒക്കെയുള്ള എല്ലാ മതങ്ങളും അത് ഇത് ചെയ്യുന്നു, പ്രസ്താവന ചെയ്യുന്നുണ്ട്. അവരുടെ ചരമം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മുടെ ക്രിസ്തീയ ഗോളത്തിലും എല്ലാവരും ഈ സ്വർഗത്തിൽ പോണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബേസിക്കലി. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആ ഒരു സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ജനിക്കുന്നവൻ അല്ലെങ്കിൽ കർത്താവിന്റെ ആത്മാവാലും വെള്ളത്താലും ജനിക്കുന്നവൻ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളതെന്നാണ് വചനം പറയുന്നത്. ഇനി ദൈവം അവര് അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചവരെ സ്വർഗത്തിൽ നിയമിക്കുമോ അതോ ഈ വരുവാൻ പോകുന്ന ലോകത്ത് എവിടെയാണ് നിയമിക്കുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ അതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്തതിന്റെ ഒരു കുറവാണ്. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കുവാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ സംസാരിച്ചത് തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും ദൈവമാകുവാൻ നോക്കുകയാണ്. നമ്മളിപ്പോ സ്നാനത്തിന്റെ കാര്യം പറയുമ്പോ കള്ളൻ അങ്ങനെ രക്ഷപ്പെട്ടല്ലോ, അപ്പൊ കള്ളന് സ്നാനം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ദൈവമാകുവാൻ നോക്കുക. നമ്മൾ ന്യായം വിധിക്കുക, കള്ളൻ ഓൾറെഡി സ്വർഗത്തിലാണ് എന്ന് നമ്മൾ വിധിക്കുവാണ് ബേസിക്കലി. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ടത് സ്വർഗത്തിലെ നമ്മൾ ഒന്ന് തെസ്സലോനിക്കർ എഫെസ്യര് അതിന്റെ 1:3-4 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീകാനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളായാലും മുതിർന്നവരായാലും ആരായാലും ദൈവമാണ് തിരഞ്ഞെടുക്കുന്നവനും ദൈവമാണ് ന്യായം വിധിക്കുവാൻ പോകുന്നതും. വേറെ ആരുമല്ല നമ്മളെ ന്യായം വിധിക്കുവാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 16:22 മുതലുള്ള വാക്യം വായിക്കും. അതിനകത്ത് പറയുന്നുണ്ട്, ആ ദരിദ്രൻ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി, ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ഇരിക്കുന്ന ലാസറിനെയും കണ്ടു. അപ്പോൾ
അവിടെ അബ്രഹാം പറുദീസായിലാണ് ഇരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. പറുദീസായിൽ നോക്കുന്നത് എങ്ങനെയാണ്? താഴെ തീയുള്ള സ്ഥലത്ത്, അതായത് നമുക്കറിയാം ഭൂമിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്ഥലത്ത്, അല്ലെങ്കിൽ ഏറ്റവും കോറായിട്ടുള്ള സ്ഥലം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുവാണെന്നും ആ ഒരു സ്ഥലത്തിന്റെ റൊട്ടേഷൻ ഇപ്പം മാറുന്നത് കാരണം ഇപ്പം വേൾഡിന്റെ ക്ലോക്ക് ടൈം പോലും മാറാൻ പോവാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈയിടെയായിട്ട് ന്യൂസിൽ കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ ഒരു ഏറ്റവും അന്തരമായ ഭാഗത്ത് നിന്ന് മേളിലോട്ട് നോക്കുമ്പോൾ പറുദീസ എന്നുള്ള സ്ഥലത്ത് കാണുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് പറുദീസ എന്ന് പറയുന്നത് അത് സ്വർഗമല്ല എന്ന് ഞാൻ ഒരു വാക്യം കൂടെ തരാൻ പോകുകയാണ്. അതിനുവേണ്ടി എഫെസ്യർ അതിന്റെ അധ്യായം 4 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനും ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പോൾ കർത്താവിന്റെ മരണശേഷം കർത്താവ് നേരെ മേളിലോട്ടല്ല പോയത്, കർത്താവ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്കാണ് കടന്നു പോയതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കള്ളനോട് പറയുക, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്കല്ല പോയത്, പറുദീസായിലാണ് കടന്നു പോയത്. അത് ഭൂമിയുടെ അധോഭാഗങ്ങളിലുള്ള. അപ്പോൾ കള്ളൻ ചിലപ്പോൾ ആ പറഞ്ഞത് മാതിരി ഉയരത്തിൽ കയറിപ്പോയ ചില മനുഷ്യന്മാരുണ്ട്, അവരുടെ കൂടെ കടന്നു പോയേക്കാം. അത് എനിക്കോ നിങ്ങൾക്കോ അറിയുവാൻ സാധിക്കത്തില്ല. അത് നമ്മൾ വിധിക്കേണ്ടവരുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കള്ളൻ പോയോ ഇല്ലയോ എന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, കള്ളനെ സംബന്ധിച്ചോളം കള്ളൻ സുവിശേഷത്തിന്റെ പൂർത്തീകരണത്തിന് മുമ്പേ ഉള്ള ആൾക്കാരിൽ മാത്രമേ എണ്ണപ്പെടുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ സുവിശേഷം എന്നാണ് പൂർണ്ണമായി തീരുന്നത്. സുവിശേഷം എന്ന് വെച്ചാൽ 1 കൊരിന്ത്യർ 1:15 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഈ ലോകത്തിൽ വന്നു എന്നും മരിച്ചു എന്നും അടക്കപ്പെട്ടു എന്നും പിന്നെ എഴുന്നേറ്റു എന്നും വിശ്വസിക്കുന്നത്, അവൻ കർത്താവും ക്രിസ്തുവാണെന്നും വിശ്വസിക്കുന്നതുമാണ് സുവിശേഷം എന്ന് പറയുക. അപ്പോൾ പൂർത്തീകരിച്ച സുവിശേഷത്തിന്റെ ഒരു സാക്ഷിയല്ല കള്ളൻ. അവൻ മരിച്ചു എന്നുള്ള കാര്യത്തിന്റെ സാക്ഷിയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവന് പിന്നുള്ള സുവിശേഷം ചിലപ്പോൾ അവൻ പറുദീസയിലായിരിക്കുമ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു കാണുമായിരിക്കാം, അവൻ അത് വിശ്വസിച്ച് അതിൽ രക്ഷപ്പെട്ട ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മള് ദൈവമായിട്ട് നമ്മൾ വിധിക്കേണ്ട കാര്യമില്ല എന്നേ ഞാൻ ഇതിനകത്ത് പറയത്തുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഈ കർത്താവിൽ തെസ്സലോനിക്കർ അതിന്റെ 4:14 മുതലുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അന്ത്യനാളിൽ ആദ്യം മരിച്ചവരും പിന്നെ ജീവിച്ചിരിക്കുന്നവരും ന്യായവിധിക്ക് വേണ്ടി എഴുന്നേൽക്കപ്പെടുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പം മരിച്ചാൽ ഉടനെ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം ഒരു ശരിയായ കാര്യമില്ല. എല്ലാ വ്യക്തികളും മരിച്ചു കഴിഞ്ഞാൽ അവര് എഴുന്നേൽക്കപ്പെടുന്നതും ന്യായവിധിക്കുള്ള ഒരു സമയമുണ്ട് അവർക്ക്. അതുകൊണ്ട് നമ്മൾ ഈ എല്ലാവരും സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത് അതൊരു തെറ്റായ ധാരണയും തെറ്റായ വിശ്വാസവുമാണ് ബേസിക്കലി. അപ്പോൾ ചില മനുഷ്യർ ദൈവം എടുക്കപ്പെട്ടതായിട്ട് നമുക്ക് ക്ലിയർലി കാണുന്നുണ്ട്. മോശയെ കാണുന്നുണ്ട്, നമ്മൾ ഹാനോക്കിനെ കാണുന്നുണ്ട്, നമ്മൾ ഏലിയാവിനെ കാണുന്നുണ്ട്. അവരൊക്കെ ദൈവത്താൽ എടുക്കപ്പെട്ടവരാണ്. സ്വർഗത്തിൽ 24 മൂപ്പന്മാരുണ്ട്, അവർ എടുക്കപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാവരും ആ ഒരു രീതിയിൽ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയുന്നത് തന്നെ അത് ഒരു തെറ്റായ വിശ്വാസം തന്നെയാണ്. പിന്നെ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2:16 പറയുന്നു, ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാൾ വരുന്നു. അപ്പോൾ സുവിശേഷം പൂർത്തീകരിച്ച സുവിശേഷം, അതായത് എന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലന്മാരാൽ കർത്താവായ യേശു ക്രിസ്തു പെന്തക്കോസ് നാളിൽ മുതൽ ആ ഒരു ദിവസം മുതൽ സുവിശേഷ പ്രകാരമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അത് പ്രകാരമാണ് നമ്മൾ ന്യായവിധിക്കുവാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുന്നുവെങ്കിൽ
നിങ്ങളെ ന്യായം വിധിക്കുന്നത് ഈ ഒരു കേട്ട സുവിശേഷ പ്രകാരമായിരിക്കും. ആ ഒരു സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളെ വിധിക്കുന്നു. അത് കേട്ടിട്ടില്ലാത്തവരെ എങ്ങനെ വിധിക്കുന്നു എന്ന് ദൈവം തീരുമാനിച്ചാൽ പോരെ, നമ്മൾ എങ്ങനെ തീരുമാനിക്കുവാൻ സാധിക്കും? ഇത് സുവിശേഷം കേട്ടവര് സുവിശേഷ പ്രകാരമാണ് ന്യായം വിധിക്കുവാൻ പോകുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ശരിയായ സുവിശേഷത്തെ അന്വേഷിക്കുവാൻ. അതുകൊണ്ടാണ് കുട്ടികളെ പോലെ ഇന്ന് ഞാൻ എൻ്റെ അപ്പൻ ആരാണെന്ന് അറിയുവാൻ വേണ്ടി കുട്ടികളെ പോലെ അന്വേഷിക്കുന്നവനാണെങ്കിൽ ഞാൻ കണ്ടെത്തും. ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ ആ സുവിശേഷം അറിയും. ഞാൻ ആ സുവിശേഷം അറിയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും. മുൻകൂട്ടി ഞാൻ വിളിക്കപ്പെട്ടവനാണെങ്കിൽ ഞാൻ ആ രക്ഷയിലേക്ക് പ്രവേശിക്കും, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അങ്ങനെ ദൈവം അന്ത്യനാളിൽ എന്നെ ആ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. അതുകൊണ്ട് കള്ളൻ എവിടെ പോയി എവിടെ പോയില്ല എന്നുള്ള കാര്യം വെറും ഒരു തരം എക്സ്ക്യൂസ് മാത്രമാണ് എന്നാണ് എൻ്റെ ആ ഒരു നിഗമനം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. തീർച്ചയായിട്ടും ദൈവമാണ് ന്യായം വിധിക്കുന്നത്. ബൈബിളിന്റെ ഡിസ്പെൻസേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പാപമില്ലാത്ത യുഗം മുതൽ ഇന്ന് നാം ജീവിക്കുന്ന ഗ്രേസ് പീരീഡ് വരെയുള്ള കാലഘട്ടങ്ങളെ 7 കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ആ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ നീതിക്കനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടാകുമെന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് വ്യക്തമാണ്. ബ്രദറിന്റെ ഉത്തരം. ഞാൻ അടുത്ത ചോദ്യം, എന്റെ ചോദ്യം ബേബി പാസ്റ്ററോടാണ്. ഇതാണ് ചോദ്യം. ക്രിസ്തീയ മണ്ഡലത്തിൽ പലവിധ സ്നാനങ്ങൾ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഓരോ സഭകളും ഓരോരോ തരത്തിലുള്ള സ്നാനങ്ങളാണ് നടത്തുന്നത്. അതില് ചില സഭകളുടെ സ്നാനം വെള്ളം കൂടാതെയുള്ള സ്നാനമുണ്ട്, കൊടിയുടെ കീഴിലുള്ള സ്നാനമുണ്ട്, അതുപോലെ വെള്ളത്തിൽ തന്നെ സ്നാനമുണ്ട്, അതിൽ തളിക്കൽ സ്നാനമുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്നാനങ്ങളായിട്ടുള്ളത്? പിന്നെ ചില വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ ഈ വിധത്തിൽ സ്നാനമേറ്റിട്ടുള്ള ആളുകളോട് ശരിയായ സ്നാനം ഏറ്റെടുക്കണം, എങ്കിൽ മാത്രമാണ് രക്ഷ ലഭിക്കുക എന്ന് ഈ കാലഘട്ടങ്ങളിൽ, ഈ ഡിസ്പെൻസേഷൻ നാം ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ സ്നാനമേറ്റവരൊക്കെ ഈ തലമുറയിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ, രക്ഷ പ്രാപിക്കണമെങ്കിൽ വീണ്ടും സ്നാനമേൽക്കണമോ, അതോ അങ്ങനെ ഏൽക്കണമെങ്കിൽ ഏത് നാമത്തിൽ എങ്ങനെയുള്ള സ്നാനം ഏറ്റെടുക്കണം? ഇതാണ് ചോദ്യം. വ്യക്തമായ ഉത്തരത്തിന് വേണ്ടി ഞാൻ പാസ്റ്റർ ബേബി അവരുടെ ഈ ചോദ്യം കേട്ടു കാണും എന്ന് വിചാരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വളരെ ഗഹനമേറിയ ഒരു ചോദ്യമാണ് കർത്താവിന്റെ ദാസൻ ചോദിക്കുവാനിടയായി തീർന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർ സ്നാനത്തെ സംബന്ധിച്ച് വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്രിസ്തീയ മണ്ഡലത്തിൽ വിവിധ നിലകളിലുള്ളതായ സ്നാന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് എന്ന് കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നു. അതിൽ ഒന്നാമതായി കൊടിക്കീഴിൽ ഉള്ള സ്നാനത്തെ സംബന്ധിച്ച് തന്നെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കാരണം കൊടിക്കീഴിൽ സ്നാനമെന്ന വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാൻ ഈ സത്യവിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. അതുകൊണ്ട് കൊടിക്കീഴിലുള്ളതായ സ്നാനത്തെ സംബന്ധിച്ച് തന്നെ ആദ്യമായി സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കൊടിക്കീഴിലുള്ള സ്നാനം എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു സ്നാനമായി കാണുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. അത് ശിശുക്കളെയും മറ്റും പ്രതീക്ഷിക്കുന്ന സമയത്ത് ആ ശുശ്രൂഷകന്റെ മേൽ ആ സഭയുടെ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി മെമ്പേഴ്സ് ഒരു കൊടി പിടിക്കാറുണ്ട്. ആ സഭയുടെ ആ കൊടി പിടിക്കുമ്പോൾ അത് കൊടിക്കീഴിലുള്ളതായ സ്നാനമാണ് എന്ന് സങ്കല്പിക്കുന്ന ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. അതൊരിക്കലും ദൈവവചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ശരിയായിട്ടുള്ള സ്നാനമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ മറ്റ് ചില സഭകൾ കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ
തളിക്കൽ സ്നാനം നടത്താറുണ്ട്. കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ആ സ്നാനമേൽക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിയുടെ മേൽ ആ പ്രാർത്ഥിച്ച വെള്ളം കുടഞ്ഞ് അതൊരു സ്നാനമാണെന്ന് സങ്കല്പിക്കുന്ന ഒരു അവസ്ഥ ചില സഭകൾ നടത്താറുണ്ട്. കുടയൽ സ്നാനം, വെള്ളം കുപ്പിക്കകത്തെടുത്ത് അത് സ്നാനാർത്ഥിയുടെ മേൽ കുടഞ്ഞ് അതൊരു സ്നാനമായിട്ട് സങ്കല്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതായ ചില ഗ്രൂപ്പുകൾ ഉള്ളതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കൂടാതെ മുഴുകൽ സ്നാനം, വെള്ളത്തിൽ ആഴ്ത്തിയുള്ള സ്നാനത്തെ സംബന്ധിച്ചും തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്ന ആ സ്നാനത്തിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നതായ സ്നാന വിശ്വാസത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെ അവർ ഉച്ചരിക്കുന്ന പദപ്രയോഗം എങ്ങനെയാണ്? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് അത്തരത്തിലുള്ളതായ സ്നാനം നടത്തുന്ന സഭകൾക്കുള്ളത്. അതിനെ ആധാരമായി അവർ മത്തായി സുവിശേഷം 28 അധ്യായത്തിന്റെ 19 വാക്യം അതിനാധാരമായി കാണിക്കുന്നുമുണ്ട്. അതിന്റെ വസ്തുത എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് തിരിച്ചറിയാതെയാണ് അത്തരക്കാർ അങ്ങനെ സ്നാനപ്പെടുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മറ്റു ചിലരൊക്കെ അത്യാവശ്യമെന്ന് കണ്ടാൽ ഞങ്ങൾ സ്നാനപ്പെടുത്താമെന്ന് അഭിപ്രായപ്പെടുന്ന ചില സഭകളെ കുറിച്ച് ഈ അടുത്ത സമയത്ത് കേൾക്കുവാൻ കഴിയും. സ്തോത്രം. പിന്നീട് ഒരു പുതിയ സ്നാന സംവിധാനം ആ യോർദാനിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഭർത്താവ് ഭാര്യയെ സ്നാനപ്പെടുത്തുമ്പോൾ അതേ നിമിഷം തന്നെ ഭാര്യ ഭർത്താവിനെ സ്നാനപ്പെടുത്തുക, ഈ വിധത്തിലുള്ളതായ വിവിധ നിലകളിലുള്ളതായ വ്യാജ സ്നാന ഉപദേശങ്ങൾ ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം നമുക്ക് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് യഥാർത്ഥമായ സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ്. അത് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് അടിസ്ഥാനമായി നൽകിയ ഉപദേശ സത്യമാണ്. ആ സത്യം അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ കടന്നു പോകുവാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ദൈവവചനം അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ നിലകളിലുള്ളതായ സ്നാനം ക്രിസ്തീയ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ യഥാർത്ഥ സ്നാനം, ദൈവവചനപ്രകാരമുള്ള സ്നാനം, അത് അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിന്റെ 38 വാക്യഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സ്തോത്രം. അതുപോലെ മറ്റൊരു കാര്യം മനസ്സിലാക്കുവാനുള്ളത്, സ്തോത്രം, ഏത് നാമത്തിലായാലും സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ കടന്നു പോകുവാൻ കഴിയുമോ എന്നുള്ളതായ ഒരു ചോദ്യവും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ കടന്നു പോകാൻ കഴിയില്ല. ദൈവവചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് റോമാലേഖനം 6 അധ്യായത്തിന്റെ 2-ാമത്തെയും 3-ാമത്തെയും വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിക്കുന്നവർ വീണ്ടും പാപത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ല. പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലുള്ളതായ സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവറിയിൽ അവൻ യാഗമായി തീരുവാനിടയായി തീർന്നത്. അവന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീരേണ്ടതിനു വേണ്ടി നാം നമ്മുടെ പാപത്തിന് മരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി
പൂർണ്ണമായും അവന്റെ പാപ സ്വഭാവം മരിക്കപ്പെടുകയും എന്നാൽ നീതിമാനായ കർത്താവ് അവന്റെ ഹൃദയത്തിൽ ജനിക്കപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പരിപാലനം അവനുണ്ടാകുവാൻ ഇടയാവുകയുള്ളൂ എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പാപസംബന്ധമായി നാം മരിക്കുകയും നീതിമാനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കേണ്ടത്. പിന്നീട് സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരുവാനായിട്ടാണ് നാം സ്നാനമേൽക്കുന്നത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന ഓരോ വ്യക്തിയും അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നതുപോലെ സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ്. കുഴിച്ചിടപ്പെടുന്ന വ്യക്തി പിതാവിന്റെ മഹിമയാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ഓരോരുത്തരും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വെള്ളത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നതിനെ സംബന്ധിച്ചാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രാപണത്തെക്കുറിച്ചും പുനരുത്ഥാന ശരീരം പ്രാപിക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ അതിന് രേഖകൾ കാണുവാൻ കഴിയുന്നു. ഇത്തരത്തിലുള്ളതായ ഒരു ആത്മീയ നിലവാരത്തിലൂടെ അല്ലാതെ ലോകപരമായിട്ട് മാനുഷികമായിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള നിലകളിൽ ജനത്തെ പഠിപ്പിക്കുകയും അങ്ങനെ ഉപദേശിച്ച് സ്നാനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായ വ്യക്തികൾ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് ജനത്തെ നയിക്കുകയല്ലാതെ ആ വ്യക്തിക്ക് യാതൊരു വിധമാകുന്ന പാപവിമോചനവും ലഭിക്കുന്നില്ല. പാപവിമോചനം ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് പരിശുദ്ധനായ കർത്താവിന്റെ രാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നടക്കുന്നതായ പല സ്നാനങ്ങളും ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരമല്ല. അങ്ങനെ ആ സ്തോത്രം ഇഷ്ടമുള്ളതുപോലെയുള്ളതായ സ്നാനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് അതിലൊരു വ്യക്തി പോലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നും യഥാർത്ഥമായ ദൈവിക സ്നാനം വേദപുസ്തകം നിർദ്ദേശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ്. അത് സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും ആ വ്യക്തി ഏത് സഭയുടെ ഉന്നത സ്ഥാനീയനായാലും ശരി തന്നെ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സത്യം സ്വീകരിക്കാത്ത ഒരൊറ്റ വ്യക്തിക്കും ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. ആ വ്യക്തി ധനികനായ മനുഷ്യൻ കടന്നുപോയ യാതനാ സ്ഥലത്തേക്ക് കടന്നു പോകേണ്ടി വരും. അങ്ങനെ പഠിപ്പിക്കുന്നവരും അത് സ്വീകരിക്കുന്നവരും എല്ലാം ആ നിലയിൽ തന്നെ ആ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സത്യവചനം സ്വീകരിച്ച് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എന്റെ ചോദ്യത്തിന് മറുപടിയായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ഫാസ്റ്റർ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ സ്നാനത്തെ സംബന്ധിച്ചുള്ള ചില ചരിത്ര വസ്തുതകളും ഒഫീഷ്യൽ ഡോക്യുമെന്റുകളും ഞങ്ങളൊരു PPT പ്രസന്റേഷനായിട്ട് നൽകുമെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആരാണ് സ്നാനത്തിന്റെ ഫോർമുല മാറ്റിയത്, ആദിമസഭയിൽ ഏത് നാമത്തിലുള്ള സ്നാനമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ അത് എന്നാണ് മാറ്റിയത്, ആരാണ് മാറ്റിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി ചരിത്ര രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ലഭ്യമായ ചരിത്ര രേഖകളിലെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബ്രദർ വിൽസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മിനിറ്റ്. ഹലോ, നമ്മളിപ്പം ഈ ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആരാണ് ഈ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സ്നാനത്തിന്റെ വിഷയമായിട്ട്
ആരാണ് ഈ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്? നമുക്ക് ചരിത്രത്തിൽ കാണുമ്പം രണ്ട് മേജർ മൈൽ സ്റ്റോൺസ് ആണ് കാണുന്നത്. ഒന്ന് നിഖ്യയിലെ 325 AD നടക്കുന്ന വലിയൊരു ചരിത്ര ഒരു മീറ്റിങ്ങും അല്ലെങ്കിൽ ഒരു സിനഹദോസ് അവിടെ നടക്കുമ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് തൃത്വം എന്നുള്ള സങ്കല്പം ഒരു ഒഫീഷ്യൽ ഒരു വിശ്വാസമായിട്ട് ക്രിസ്തീയ സമൂഹത്തിന് അടിച്ചേൽക്കപ്പെട്ട ഒരു വിശ്വാസമായിട്ട് മുന്നോട്ട് വരുന്നത് ആ നിഖ്യ എന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പം നമ്മൾ ആ ഒരു സമയം മുതൽ നമ്മൾ കാണുമ്പോൾ എവിടെയാണ് ഈ നിഖ്യ? നമ്മൾ നോക്കേണ്ട ഒരു വചനം അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 16-ന്റെ 6-ാമത്തെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവർ ബിഥിനിയായി വന്നപ്പോൾ കർത്താവിന്റെ ആത്മാവ് അവരെ ബിഥിനിയ എന്ന പ്രദേശത്ത് പ്രവേശിപ്പാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ നിഖ്യ എന്നുള്ള നഗരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഥിനിയ എന്ന പ്രദേശത്ത് തന്നെയാണ്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാര് കടന്നു ചെല്ലാത്ത ഒരു സ്ഥലവും കർത്താവിന്റെ ശരിയായ സുവിശേഷം കടന്നെത്താത്ത ഒരു സ്ഥലത്താണ് ഈ ക്രിസ്തീയ ഗോളത്തിലെ ഏറ്റവും വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് വന്ന നിഖ്യ വിശ്വാസ പ്രമാണം വന്നിരിക്കുന്നത് ആ ഒരു നഗരത്തിൽ നിന്നും പ്രദേശത്തിൽ നിന്നുമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാലറിയാം, ഇന്ന് ടർക്കി എന്നുള്ള ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം, അപ്പം അവിടെ പെർഗമോസ്, തയതീര, സർദീസ്, ഫിലദൽഫിയ, ഇതെല്ലാം പക്ഷെ നിഖ്യ എന്നുള്ള സ്ഥലം ബിഥിനിയ എന്നുള്ള സ്ഥലത്ത് വടക്കൻ ദേശത്താണ് കിടക്കുന്നത്. ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവിന്റെ ആത്മാവ് നഗരത്തിൽ പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞതിന് ശരിയായ ഒരു റീസൺ കാണും. കുറെ നാള് കഴിഞ്ഞിട്ട് കർത്താവിനെ തന്നെ വധിച്ച റോമൻ സാമ്രാജ്യം ഒഫീഷ്യലി ഒരു റിലിജനായിട്ട് ക്രിസ്തീയ വിശ്വാസത്തെ ഏറ്റെടുക്കുകയും ആ ആ ഒരു സാമ്രാജ്യത്തിൽ നിന്ന് വന്ന ഇംഗ്ലണ്ട്, ജർമ്മനി, പിന്നെ സ്പെയിൻ, പോർത്തുഗൽ, പിന്നെ ഫ്രാൻസ്, ഇങ്ങനത്തെയൊക്കെ എല്ലാ സ്ഥലത്തു നിന്നും അങ്ങനെ ഒരു റിലിജനും അതിന്റെ വേരിയൻസസും ഉള്ള പല വിശ്വാസങ്ങളും ലോകം മൊത്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലോകത്ത് മൊത്തം അധികാരം ചെയ്യുന്നു. ഇന്ന് USA നോക്കിയാലും അവര് മൊത്തം വന്നിരിക്കുന്നത് യൂറോപ്പിന്റെ ഈ പല ദേശങ്ങളിൽ നിന്നും വന്നാണ് USA എന്നുള്ള ദേശം പോലും ഉണ്ടായിരിക്കുന്നത്. അപ്പം പല ദേശത്തിലേക്ക് മിഷണറിമാരെ അയച്ചിരിക്കുന്നത് ദൈവം ഈ ഒരു രൂപേണയാണ്. ഇങ്ങനത്തെ സഭകളിൽ നിന്നാണ് അവരിൽ കൂടെ തന്നെ ദൈവം വചനത്തെ ഈ ലോകം മൊത്തം എത്തിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞ് വചനം ഇന്ന് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ദൈവം നമ്മളെ വിധിക്കുവാൻ പോകുന്നത് ദൈവത്തിന്റെ സുവിശേഷ പ്രകാരം, ദൈവത്തിന്റെ പ്രഖ്യാപിച്ച വചനപ്രകാരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പോകേണ്ടത് അവരുടെ ഒരു ട്രഡീഷൻസിലല്ല, അവര് നമ്മളെ പഠിപ്പിച്ച ട്രഡീഷൻസിലല്ല. നമ്മൾ പോകേണ്ടത് ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരാലും പറഞ്ഞ സുവിശേഷം അനുസരിച്ചാണ്. അപ്പൊ ഈ ഒരു വലിയ സുന്നഹദോസിൽ നടന്ന പ്രഖ്യാപനമാണ് ദൈവം തൃത്വമാണ്. ആദ്യം 325 AD ആ ഒരു തൃത്വം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, മാതാവ് എന്ന് ആണ് അവര് പ്രഖ്യാപിച്ചില്ലെങ്കിലും അതൊരു ഫൈനലൈസേഷൻ വരെ എത്തുന്നത് 382 AD FSSC നടക്കുന്ന ആ സുന്നഹദോസിലാണ്. അല്ല, അത് മാതാവല്ല, അത് പരിശുദ്ധാത്മാവാണ്, മൂന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നത് 382 AD ആണ്. അപ്പൊ അവർക്ക് ഏകദേശം ഒരു 60 വർഷം എടുത്തു പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അറിയാൻ പോലും. അപ്പൊ അങ്ങനത്തെ ഒരു സുന്നഹദോസിൽ
പറഞ്ഞ അടിസ്ഥാന പ്രഖ്യാപനം അല്ലെങ്കിൽ അതിന്റെ മുന്നോടി അത് കഴിഞ്ഞു വന്ന ഒരു മൊത്തത്തിൽ രൂപപ്പെട്ട 382 രൂപപ്പെട്ട വിശ്വാസ പ്രമാണത്തിലാണ് ഇന്ന് ഭൂരിപക്ഷം സഭകളും വിശ്വസിക്കുകയും അത് പ്രകാരം സ്നാനം നൽകുകയും ചെയ്യുന്നത്, ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്നുള്ള ചരിത്രമായ ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് നമ്മൾ നോക്കിപ്പോയാൽ, നമ്മൾ ഇച്ചിരി അന്വേഷിച്ചാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് ഈ ഒരു 1 ഔസിയ 1 ഹൈപ്പോസ്റ്റാറ്റിസ് 1 ഔസിയ 3 ഹൈപ്പോസ്റ്റാറ്റിസ്, ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള ചർച്ചകളെ പറ്റിയും ഇതിനെ പറ്റിയുള്ള അവരിലുള്ള വിവാദങ്ങളെ പറ്റിയും, ഈ വിവാദങ്ങളൊക്കെ എത്രയും വർഷക്കാലം 120-200 വർഷക്കാലം അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവർ തന്നെ ഒരു എഗ്രിമെന്റിൽ എത്തുകയും ചെയ്യുന്നു. അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ടത് ശിശു സ്നാനം വരുന്നത് ഈ ഒരു സമയത്തിന് ശേഷമാണ്. 300 വർഷം വരെ നമ്മൾ നോക്കുമ്പോൾ ശിശു സ്നാനം ഒരിക്കലും ആരും അനുവദിക്കുന്നതല്ലായിരുന്നു. ഈ ഒരു സമയം വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ശിശു സ്നാനത്തെയും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പം സ്നാനത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചത് കർത്താവ് പറഞ്ഞതുപോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ ആണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നുള്ള മർക്കോസിന്റെ സുവിശേഷം 16:16. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേറ്റെടുക്കുകയും ചെയ്യുന്നത്, വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിക്കുന്നവൻ ആണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇങ്ങനത്തെ അടിസ്ഥാനപരമായ കർത്താവിന്റെ തന്നെ വചനങ്ങളെ മാറ്റി മാനസാന്തരപ്പെടുവാനോ കർത്താവിൽ വിശ്വസിക്കുവാനോ പറ്റാത്ത കുട്ടികളെ വെറും ഒരു വെള്ളം തളിച്ചിട്ട് സ്നാനം ചെയ്യുന്ന വലിയ ട്രഡീഷൻ പോലും വന്നത് ഈ ഒരു 4th സെഞ്ച്വറി ബിഗിനിങ് മുതലാണെന്നുള്ള കാര്യം ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് നമ്മളിപ്പം എല്ലാത്തിനും ഇന്നത്തെ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളെയും അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുന്നത് ഗൂഗിളിലാണ്. നമ്മളിപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെർച്ച് നടത്തുവാണ് ഗൂഗിളിനകത്ത്. നമ്മൾ വാട്ടർ ബാപ്റ്റിസമിനെ പറ്റി, അതിന്റെ ചരിത്രത്തെ പറ്റി, ഹൂ ചേഞ്ച് ദ വാട്ടർ ബാപ്റ്റിസം, ഹൂ ഡിഡ് കാത്തലിക് ചർച്ച് ചേഞ്ച് ദ ബാപ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രൂഫുകൾ നമുക്ക് അവിടെ തന്നെ ഉണ്ട്. പലതരത്തിലെ എൻസൈക്ലോപീഡിയാസിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ന്യൂ ടെസ്റ്റമെന്റ് നോസ് ഓൺലി ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് ജീസസ് വിച്ച് സ്റ്റിൽ ഒക്കേഴ്സ് ഈവൻ ഇൻ ദ 2nd and the 3rd centuries. അപ്പം 2nd and 3rd century വരെ ഭൂരിപക്ഷം സ്നാനങ്ങളും നടന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെന്നുള്ള കാര്യം ചരിത്രത്തിലെ പുസ്തകങ്ങളിൽ 1950കളിൽ ഈ പറഞ്ഞത് മാതിരി. അപ്പൊ ഈ ഒരു പെന്തക്കോസ് മൂവ്മെന്റും നമ്മുടെ എന്താ പറഞ്ഞ 1600-കൾക്ക് ശേഷം അച്ചടി യന്ത്രം വന്ന ശേഷം ബൈബിള് പരസ്യമായിട്ട് ആൾക്കാരുടെ കയ്യിൽ എത്തുകയും ഓരോരുത്തർ അത് വായിക്കുകയും ചെയ്ത് ഒരു സമയമായപ്പോൾ എല്ലാവരും പഠിക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുകയും വചനം വായിക്കുവാൻ പറ്റുകയും ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായ അന്ന് ചരിത്രത്തിൽ എഴുതിപ്പെട്ട് പുസ്തകങ്ങളിലാത്ത എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2ാമത്തെ 300-കൾ വരെ ഭൂരിപക്ഷമായിട്ട് കാണാൻ പറ്റുന്നത് യേശു ക്രിസ്തുവിന്റെ ഏകനാമത്തിലുള്ള ആ ഒരു സ്നാനം മാത്രമാണ്. അപ്പൊ പിന്നെ പറയുന്നു ട്രിനിറ്റി എന്നുള്ള ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി, അതായത് ട്രിനിറ്റി എപ്പോഴാണ് ഒരു ഡോക്ട്രിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? 380 വരെ ആകുമ്പോഴാണ് അത് മൊത്തത്തിൽ ഒരു ഫുൾനെസ്സിൽ എത്തുന്നത്. എന്താണ് 1 ഹൈപ്പോസ്റ്റാറ്റിസ് 1 ഔസിയ 3 ഹൈപ്പോസ്റ്റാറ്റിസിൽ എത്തുന്നത് പോലും 380 AD-യിലാണ്. അപ്പോൾ ദൈവം ഒരു സത്തയും മൂന്ന് വ്യക്തികളുമാണെന്നുള്ള ആ ഒരു പ്രഖ്യാപനം തന്നെ പൂർണ്ണമായിട്ട് വരുന്നത് 380-കളിലായിരുന്നു. അപ്പൊ അതിനു മുമ്പേ ട്രിനിറ്റി ഇല്ല, തൃത്വം ഇല്ല. ചരിത്രത്തിൽ നമ്മൾ കാണുമ്പോൾ തൃത്വം ഇല്ല. അപ്പോൾ ഈ ഒരു സ്നാനം വന്നതും അതിനുശേഷമാണ് ഒരു സഭ ഒരു നിയമമായിട്ട് ഇത് പ്രഖ്യാപിക്കുകയും ബാപ്റ്റിസം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടത്തുന്നത് പൂർണ്ണമായി ബാൻ ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ചെയ്യുന്നവരെ കൊന്നുവരെ കളയുന്നത് നമ്മൾക്ക് ഈവൻ 1700-800-കളിൽ ചില റിഫോം സഭകൾ അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ ആൾക്കാരെ കൊന്നുവരെ കളഞ്ഞത്
കത്തോലിക്കർ മാത്രമല്ല പ്രൊട്ടസ്റ്റന്റ് സഭകളും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾക്ക് ഒരു ചരിത്രത്തിൽ പോയി നമ്മൾ ഈ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ കത്തോലിക്ക സഭയിൽ പറയുന്നത്, ഞാൻ ഇവന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൊടുക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇവന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിൽ ഈ ബാപ്റ്റിസം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബാപ്റ്റിസം ഇൻവാലിഡ് ആണെന്നാണ് കത്തോലിക്ക സഭ പറയുന്നത്. അപ്പോൾ അവരെങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു, അതിന് വിപരീതമായി ആരെങ്കിലും ഒരു സ്നാനത്തിനകത്ത് വ്യത്യാസം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ആ ബാപ്റ്റിസം ഇൻവാലിഡ് ആണെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്നെന്ത് വിശ്വസിക്കുന്ന, അപ്പോസ്തോലന്മാരാൽ കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ച സ്നാനം ഒരു വാക്യം പോലും തെറ്റാതെ നമ്മൾ ആ ഒരു സ്നാനത്തിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞില്ല എങ്കിൽ കുഴപ്പമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ചരിത്രപരമായി നോക്കുമ്പോഴും എല്ലാ എൻസൈക്ലോപീഡിയയിലും പഴയ എഴുതിയ പല എൻസൈക്ലോപീഡിയയിലും നമ്മൾ നോക്കുമ്പോൾ, ഈവൻ കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ, ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ, കാത്തലിക് എൻസൈക്ലോപീഡിയ വരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് അവര് ബാപ്റ്റിസമിന്റെ ഫോർമുല മുമ്പേ ഉണ്ടായിരുന്നത് തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്യുകയും അത് തിരുത്തുകയും ചെയ്തു എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെർച്ചിനകത്ത് നമുക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അന്വേഷിച്ചു പോകുന്നവർ, അതായത് പിതാവിന്റെ കാര്യം, പിതാവിന്റെ ഹിതം അന്വേഷിച്ചു പോകുന്നവർ ഇത് കണ്ടെത്തും, അല്ലാത്തവർ ഇത് കാണത്തും ഇല്ലതാനും. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏതാനും എൻസൈക്ലോപീഡിയയുടെ ഒരു നമുക്ക് ഈ മൊബൈൽ സ്ക്രീനിൽ ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് ആളുകൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് എൻസൈക്ലോപീഡിയകളുടെ ഒരു പേരും അതില് പിന്നെ ആ ഇയറും പിന്നെ ആ പേജ് നമ്പറും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എല്ലാത്തിന്റെയും. മറ്റേ കാനൻ എൻസൈക്ലോപീഡിയ, കാത്തലിക്, ബ്രിട്ടാനിക്ക, അതുപോലുള്ള. അത് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ യൂട്യൂബിന്റെ തന്നെ നമുക്ക് താഴെ വേണമെങ്കിൽ നമുക്കൊരു കമന്റ് ആയിട്ട് മൊത്തത്തിൽ ഇടാൻ പറ്റും. അപ്പൊ പോയി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, കറക്റ്റ്. അപ്പൊ നമ്മള് കാത്തലിക് എൻസൈക്ലോപീഡിയ ഉണ്ട്, ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ ഉണ്ട്, ബിബ്ലിക്ക എൻസൈക്ലോപീഡിയ ഉണ്ട്, എൻസൈക്ലോപീഡിയ ഓഫ് റിലിജൻസ് ഉണ്ട്, പലതരത്തില് എൻസൈക്ലോപീഡിയാസ് ഉണ്ട്. അതിന്റെ എല്ലാം നമ്മൾ പേര് അതിന്റെ കൂടെ നമ്മൾ അവിടെ രേഖപ്പെടുത്തിയേക്കാം. ഇന്ന് ഈ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന്റെ യൂട്യൂബിനകത്ത് നമ്മൾ പോയി കമന്റിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കമന്റ് സെക്ഷനിൽ ഈ എൻസൈക്ലോപീഡിയ, ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ, കാനിങ്, ഹാസ്റ്റിംഗ്, അതുപോലെ തന്നെ കാത്തലിക് എൻസൈക്ലോപീഡിയ തുടങ്ങിയുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിജ്ഞാനകോശങ്ങളിലും നിന്നും AD 252 മുതലാണ് ഈ ചേഞ്ചസ് വരുത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവർക്ക് കിട്ടാൻ സാധിക്കും. എന്നാൽ എളുപ്പത്തിന് വേണ്ടി ഞങ്ങളത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം മുമ്പുണ്ടായിരുന്ന 2 വീഡിയോയുടെ ലിങ്കും കൂടി പിൻ ചെയ്യുന്നതായിരിക്കും. ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച എല്ലാ ദൈവജനത്തെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം പാനലിൽ സന്നിഹിതരായിരുന്ന വിലയേറിയ ചോദ്യങ്ങൾക്ക് വിലപ്പെട്ട മറുപടി നൽകി ഈ മീറ്റിംഗ് അനുഗ്രഹപ്രദമാക്കി തീർത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ റെക്കോർഡിംഗ് ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.